എക്സൽ ഫിൽ ഹാൻഡിലിൻ്റെ 4 ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതിൽ ആദ്യത്തെ 2 ഉപയോഗങ്ങൾ എക്സൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്ട് എല്ലാ ആളുകൾക്കും അറിയുന്നതായിരിക്കണം. എന്നാൽ അവസാനത്തെ 2 ഉപയോഗങ്ങൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ. കാരണം വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഈ രീതിയിൽ എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്നോ ഒന്നിലധികമോ സെല്ലുകളിലുള്ള ഡേറ്റ താഴെയോ മുകളിലോ വശങ്ങളിലോ ഉള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ടാണ് സാധാരണഗതിയിൽ എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിക്കുന്നത്. ഈ സെല്ല് നോക്കാം. ഈ സെല്ലിലൊരു ഫോമുലയാണുള്ളത്. ഈ സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുക. ഈ സെല്ലിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിൽ കാണുന്ന ഈ ഗ്രീൻ ബോക്സ് ആണ് എക്സൽ ഫിൽ ഹാൻഡിൽ. എക്സൽ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുക. മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. നോക്കുക, ആദ്യത്തെ സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടത് കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ താഴേക്ക് മാത്രമല്ല മുകളിലേക്കും വശങ്ങളിലേക്കും കോപ്പി ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാനൊരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നു. ഇനി ഈ സെല്ലിലെ ഡേറ്റ മുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് എക്സൽ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഇടതുവശത്തേക്ക്, താഴേക്ക്, വലതുവശത്തേക്ക്. ഇനി എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് നമ്പർ സീരീസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. 10. ഇനി ഈ സെല്ല് സെലക്ട് ചെയ്ത് എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ലുകളിലെല്ലാം 10 എന്ന സംഖ്യയാണ് ഫില്ല് ചെയ്യപ്പെടുക. എന്നാൽ 10, 11, 12 എന്നിങ്ങനെ ഒരു നമ്പർ സീരീസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ 10. വീണ്ടും സെല്ല് സെലക്ട് ചെയ്യുന്നു. എക്സൽ ഫിൽ ഹാൻഡിലിൻ്റെ മുകളിലേക്ക് പോയിൻ്റർ കൊണ്ടുവരിക. ഇനി കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എക്സൽ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. നോക്കുക, 10, 11, 12 എന്നിങ്ങനെ ഒരു നമ്പർ സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട കാണാം. താഴെയുള്ള സെല്ലുകളിലേക്ക് മാത്രമല്ല മുകളിലേക്ക് നമുക്ക് നമ്പർ സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. 100. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ച് എക്സൽ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഇനി തീയതികളുടെയും സമയത്തിൻ്റെയും വീക്ക് ഡേയ്സിൻ്റെയും സീരീസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സെല്ലിൽ ഞാനൊരു തീയതി എൻ്റർ ചെയ്യുന്നു. ഇനി ഈ സെല്ല് സെലക്ട് ചെയ്ത് എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ തീയതികളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട കാണാം. 29, 30, 31, 1, 2, 3, 4. ആഴ്ചയിലെ ദിവസങ്ങളുടെ സീരീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തേഴ്സ്ഡേ. ഇനി എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ. ഇനി സമയത്തിൻ്റെ സീരീസ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. 9 AM. ഇനി ഈ സെല്ല് സെലക്ട് ചെയ്ത് എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് വലതുവശത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ 9 മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് വൈകുന്നേരം 5 വരെയുള്ള സമയത്തിൻ്റെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡേറ്റ നമുക്ക് താഴേക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ സെല്ല് നോക്കാം. ഇവിടെ ഒരു ഫോമുലയാണുള്ളത്. ഈ സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്ത ശേഷം എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. നോക്കുക, ഈ സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക്, അതായത് ഏതാണ്ട് 250-ലധികം സെല്ലുകളിലേക്ക് ഫില്ല് ചെയ്യപ്പെട്ടു. വീണ്ടും ഈ സെല്ലിൽ ഞാനൊരു ഫോമുല ക്രിയേറ്റ് ചെയ്യുന്നു. ഈക്വൽ എമൗണ്ട് ഇൻ 15%. എൻ്റർ. ഇനി ഈ സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, തൊട്ടടുത്ത കോളങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ, അതായത് ഇടതുവശത്തെ വലതുവശത്തെ കോളങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ രീതിയിൽ ഓട്ടോ ഫില്ലിംഗ് നടക്കുക. ഉദാഹരണത്തിന് ഈ സെല്ലിൽ ഞാൻ വീണ്ടും ഒരു ഫോമുല ക്രിയേറ്റ് ചെയ്യുന്നു. ഈക്വൽ യൂണിറ്റ്സ് ഇൻറ്റു പ്രൈസ്. എൻ്റർ. ഇനി ഈ സെല്ല് സെലക്ട് ചെയ്ത് എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല എന്ന് കാണാം. കാരണം തൊട്ടടുത്ത 2 കോളങ്ങളും ബ്ലാങ്ക് ആണ്. ഇനി ഈ കോളത്തിൽ ഞാൻ ഡേറ്റ ഫില്ല് ചെയ്യുന്നു. ഇനി വീണ്ടും ഈ സെല്ല് സെലക്ട് ചെയ്ത് എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത കോളത്തിൽ എത്ര സെല്ലുകളുടെ ഡേറ്റ ഉണ്ടോ അത്രയും സെല്ലുകളിലേക്ക് ഈ ഫോമുല ഫില്ല് ചെയ്യപ്പെട്ടു. വീണ്ടും
ഇനി ഈ സെല്ല് സെലക്ട് ചെയ്ത് എക്സൽ ഫിൽ ഹാൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്ന കാണാം. ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള ഡേറ്റ താഴേക്ക് കോപ്പി ചെയ്യാനും ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ 3 സെല്ലുകളിലും ഫോർമുലയാണുള്ളത്. ഈ 3 സെല്ലുകളിലെ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഈ 3 സെല്ലുകളും സെലക്ട് ചെയ്യുന്നു. എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എക്സൽ ഫിൽ ഹാൻഡിലിൻ്റെ അധികം ആർക്കും അറിയാത്ത ഒരു ഉപയോഗം നോക്കുക. സപ്പോസ് നമുക്ക് 10 മുതൽ 1000 വരെയുള്ള സംഖ്യകളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് 10, 11, 12, 13 എന്നിങ്ങനെ 1000 വരെയുള്ള സംഖ്യകളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതിനുവേണ്ടി ഞാനിവിടെ 10 എന്ന് എൻ്റർ ചെയ്യുന്നു. ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ച് എക്സൽ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് സംഖ്യകളുടെ ഒരു സീരീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ 1000 വരെയുള്ള സംഖ്യകളുടെ ഒരു സീരീസ് ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 10 എൻ്റർ. ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഇനി എക്സൽ ഫിൽ ഹാൻഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരിക. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. നോക്കുക, ഇവിടെ ഒരു മെനു വന്നാൽ കാണാം. സീരീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സീരീസ് എന്ന ഡയലോഗ് ബോക്സ് വന്നു. നമുക്ക് 10 മുതൽ 1000 വരെയുള്ള സംഖ്യകളുടെ സീരീസാണ് വേണ്ടത്. സ്റ്റോപ്പ് വാല്യൂവിന് നേരെ 1000. സംഖ്യകളുടെ സീരീസ് ഈ കോളത്തിലാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി കോളംസ്. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, 10 മുതൽ 1000 വരെയുള്ള സംഖ്യകളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അവസാനത്തെ സെല്ലിലേക്ക് പോകാനായിട്ട് കൺട്രോൾ ഡൗൺ ആരോ. വീണ്ടും ആദ്യത്തെ സെല്ലിലേക്ക് പോകാനായിട്ട് കൺട്രോൾ അപ്പ് ആരോ. ഇങ്ങനെ സംഖ്യകളുടെ മാത്രമല്ല തീയതികളുടെയും സീരീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് 2023 ജനുവരി 10-ാം തീയതി മുതൽ 2023 നവംബർ 30-ാം തീയതി വരെയുള്ള തീയതികളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 10/1/2023 എൻ്റർ. തീയതിയുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു. എക്സൽ ഫിൽ ഹാൻഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയിന്റർ മൂവ് ചെയ്യുന്നു. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. സീരീസ്. സ്റ്റോപ്പ് വാല്യൂ 30/11/2023. കോളംസ്. ഓക്കെ. നോക്കുക, 2023 ജനുവരി 10-ാം തീയതി മുതൽ 2023 നവംബർ 30-ാം തീയതി വരെയുള്ള തീയതികളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഒരു ഡേറ്റാ സെറ്റിനിടയിൽ ബ്ലാങ്ക് റോസ് ആൻഡ് കോളംസ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഉദാഹരണത്തിന് ഈ 2 റെക്കോർഡ്സ് നോക്കാം. ID 605, ID 606. ഈ 2 റെക്കോർഡ്സിനിടയിൽ 3 ബ്ലാങ്ക് റോസ്, അതായത് 3 ബ്ലാങ്ക് ആയിട്ടുള്ള വരികൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ID 605 എന്ന ഈ റെക്കോർഡ് സെലക്ട് ചെയ്യുന്നു. നോക്കുക, ഈ വരിയുടെ ഇടത്തെ അറ്റത്തായിട്ട് എക്സൽ ഫിൽ ഹാൻഡിൽ കാണാം. എക്സൽ ഫിൽ ഹാൻഡിലെ മുകളിലേക്ക് പോയിന്റർ കൊണ്ടുവരിക. ഇനി ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പോയിന്ററിൻ്റെ ഷേപ്പ് മാറുന്നത് കാണാം. പോയിന്റർ ഒരു ഡബിൾ സൈഡഡ് ആരോ ആയിട്ട് മാറി. ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ എക്സൽ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുക. എത്ര വരികളാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അത്രയും വരികൾ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. നോക്കുക, 3 ബ്ലാങ്ക് റോസ് ഇവിടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. ഇനി ID 601-നും ID 602-നും ഇടയിൽ 5 ബ്ലാങ്ക് റോസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ID 601 എന്ന റെക്കോർഡ് സെലക്ട് ചെയ്യുന്നു. എക്സൽ ഫിൽ ഹാൻഡിലെ മുകളിലേക്ക് പോയിന്റർ കൊണ്ടുവരിക. ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എക്സൽ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുന്നു. 5 വരികൾ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. നോക്കുക, 5 ബ്ലാങ്ക് റോസ് ഇവിടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടാൽ കാണാം. ഇതേ രീതിയിൽ കോളങ്ങളും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഈ 2 കോളങ്ങൾക്കിടയിൽ 3 ബ്ലാങ്ക് കോളംസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഈ കോളം സെലക്ട് ചെയ്യുന്നു. ഈ കോളത്തിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിലേക്ക് പോയിന്റർ കൊണ്ടുവരിക. ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. 3 കോളങ്ങൾ വലതുവശത്തേക്ക് ഡ്രാഗ് ചെയ്യുക. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. എക്സൽ ഫിൽ ഹാൻഡിലിൻ്റെ കൂടുതൽ ഉപയോഗങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായിട്ട് കോമെൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. മറ്റൊരു എക്സൽ ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.